നിലമ്പൂർ തോൽവി പരിശോധിക്കാൻ CPM ഉപതെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ ഈ വിവാദം തുടരുന്ന സാഹചര്യത്തിൽ തുടർ നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ ഭാരതാംബ ചിത്ര വിവാദം പിന്നെയും കടുക്കുകയാണോ? SKN പരിസ്ഥിതി ദിനത്തിലുണ്ടായ ഭാരതാംബ ദിന ചിത്ര വിവാദം പിന്നീട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിലും ആവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഉയരുന്ന അഭിപ്രായം. പ്രതിപക്ഷവും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാംഗം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ കൃഷി വകുപ്പും സർക്കാരിന് നിലപാട് സ്വരൂപിക്കണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു. ആ ഫയലിൽ നിയമവകുപ്പിനോടും പൊതുഭരണ വകുപ്പിനോടും ചീഫ് സെക്രട്ടറി അഭിപ്രായം തേടിയിരിക്കുകയാണ്. എന്നാൽ മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ് സൂചന. CPMന്റെ നേതൃയോഗങ്ങൾക്ക് മുന്നോടിയായുള്ള സെക്രട്ടറി യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ആരംഭിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം PK ശ്രീമതി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന സെക്രട്ടറി യോഗമായതുകൊണ്ടാണ് ശ്രീമതിക്ക് പങ്കെടുക്കാൻ അനുവാദമുള്ളത്. അല്ലെങ്കിൽ അവർക്ക് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. കേന്ദ്രത്തിലാണ് അവരുടെ പ്രവർത്തന മണ്ഡലം. അതുകൊണ്ടാണ് അത്തരമൊരു വിലക്ക് ഉണ്ടായത്. അത് ചെറിയ തോതിൽ വിവാദമായിരുന്നു. ഇത്തവണത്തെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനായി PK ശ്രീമതി തിരുവനന്തപുരത്ത് AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. താങ്ക് യു ശ്രീജിത്ത്.